ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്യാപ്പ് ഫിലിം ട്രേഡിംഗ് സ്ട്രാറ്റജിനെ പറ്റിയാണ്. അപ്പോൾ എന്താണ് ഗ്യാപ്പ് ഫിലിം ട്രേഡിംഗ് സ്ട്രാറ്റജി, ആ സ്ട്രാറ്റജി എങ്ങനെയാണ് വർക്ക് ചെയ്യാമെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. സാധാരണയായിട്ട് നമുക്ക് ഗ്യാപ്പ് ഫിലിം ട്രേഡിംഗ് സ്ട്രാറ്റജിക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് സ്റ്റോക്സുകളാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഗ്യാപ്പ് അപ്പ് സ്റ്റോക്സുകൾ സെലക്ട് ചെയ്യണം. അതിനുശേഷം ഈ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണ് വർക്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ക്യാൻഡിൽസ് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇന്നത്തെ ഓപ്പണിംഗ് 5 മിനിറ്റ്സ് ക്യാൻഡിലാണ്. ഈ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് പ്രീവിയസ് ഡേ ക്ലോസിംഗ് ക്യാൻഡിലാണ്. അപ്പോൾ പ്രീവിയസ് ഡേ ക്ലോസിംഗ് ക്യാൻഡലിൻ്റെ ഹൈയും അതുപോലെ ഇന്നത്തെ ഓപ്പണിംഗ്, അതായത് ഗ്യാപ്പ് അപ്പ് സ്റ്റോക്സിൻ്റെ ഓപ്പണിംഗ് ക്യാൻഡലിൻ്റെ ലോയും തമ്മിൽ ഒരു 1% എങ്കിലും ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അത്തരം സ്റ്റോക്സുകൾ ഈ ഒരു ഗ്യാപ്പ് ഫിലിം ട്രേഡിംഗ് സ്ട്രാറ്റജിക്ക് വേണ്ടി സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനുശേഷം മാർക്കറ്റ് ഓപ്പണിംഗ് 5 മിനിറ്റ്സ് ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് സെല്ലിലേക്ക് പോകാവുന്നതാണ്. ഇതിൻ്റെ ടാർഗറ്റായിട്ട് നമുക്ക് പ്രീവിയസ് ഡേ ക്ലോസിംഗ് ക്യാൻഡലിൻ്റെ ഹൈ വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് വരാണെങ്കിൽ അതെന്തായാലും ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കാരണം ആ ഒരു ഏരിയയിൽ ട്രേഡ് ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റ് മൂവ്മെൻ്റ് ആയിരിക്കും താഴേക്ക്. ഓക്കെ, എന്നിരുന്നാലും നമുക്കത് 100% ഇത് സക്സസ്ഫുൾ എന്ന് പറയാൻ സാധിക്കത്തില്ല. ചില സമയങ്ങളിൽ മാർക്കറ്റ് ഈ ഒരു ലോ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് തിരിച്ച് റിവേഴ്സ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ആ റിവേഴ്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു സ്റ്റോപ്പ് ലോസും ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചേക്കണം. അതായത് നമ്മളിവിടെ സെല്ല് ചെയ്യുമ്പോൾ തന്നെ തൊട്ട് മുമ്പിലുള്ള റെസിസ്റ്റൻസിന് മുകളിലായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്യണം. അതുപോലെ മാർക്കറ്റ് റിവേഴ്സ് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ എക്സിറ്റ് ചെയ്ത് മാറേണ്ടതാണ്. ഓക്കെ, അതുപോലെ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, മാർക്കറ്റ് ഇപ്പോൾ ഈ ലെവൽ ബ്രേക്ക് ചെയ്ത്, ഈ ലോ ലെവൽ ബ്രേക്ക് ചെയ്ത് ഏകദേശം ഒരു 50%ഓളം താഴെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ കോസ്റ്റ് ടു കോസ്റ്റിൽ വെക്കേണ്ടതാണ്. ചില സമയങ്ങളിൽ മാർക്കറ്റ് ഈ ഒരു ഹൈ വരെ വരണമെന്നില്ല, തിരിച്ച് ആ സെൽ ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് കയറി പോകാറുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഗ്യാപ്പ് അപ്പ് സ്റ്റോക്സുകളാണ്. അപ്പോൾ ഗ്യാപ്പ് അപ്പ് സ്റ്റോക്സുകൾ നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് മുമ്പ് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ NS ഇന്ത്യയുടെ വെബ്സൈറ്റിൽ പോവാം. അപ്പോൾ NSindia.com പോയിട്ട് നമ്മൾ ജസ്റ്റ് മാർക്കറ്റ് ഡാറ്റയിൽ പോയി കഴിഞ്ഞാൽ പ്രീ ഓപ്പൺ മാർക്കറ്റ് തന്നെ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളൊരു 9:07 ശേഷം പ്രീ ഓപ്പൺ മാർക്കറ്റ് നോക്കിയാൽ മതി. അപ്പോൾ നമുക്കിവിടെ പ്രീ ഓപ്പൺ ഓർഡർ കളക്ഷൻ ക്ലോസർ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് ഗ്യാപ്പ് അപ്പ് വന്നിരിക്കുന്ന സ്റ്റോക്സിൽ ഏതൊക്കെയാണെന്ന് അറിയാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ Nifty 50 ആണ് കിടക്കുന്നത്. അത് ചേഞ്ച് ചെയ്ത് സെക്യൂരിറ്റീസ് ഇൻ F&O ക്ലിക്ക് ചെയ്യാം. ഇതിലൂടെ പേഴ്സൻറ്റേജ് ചേഞ്ച് കാണാം. അപ്പോൾ ഈ ഇത്തരം സ്റ്റോക്സുകളൊക്കെ ഗ്യാപ്പ് അപ്പ് സ്റ്റോക്സുകളാണ്. അതായത് 1%ൻ്റെ മുകളിൽ നിൽക്കുന്ന സ്റ്റോക്സുകളൊക്കെ നല്ല രീതിയിലുള്ള ഗ്യാപ്പ് അപ്പ് സ്റ്റോക്സുകളാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇവിടെ HIL എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ ആദ്യം വന്നിരിക്കുന്ന സ്റ്റോക്ക് HIL ആണ്. HIL എടുക്കാം. അപ്പോൾ HILൻ്റെ ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിലിൻ്റെ ലോ ഇതാണ്. അപ്പോൾ ആ ലെവലിൽ നിന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രീവിയസ്, അതായത് ക്ലോസിംഗ് ക്യാൻഡിലിൻ്റെ ഹൈ. അപ്പോൾ മാർക്കറ്റ് ഈ ഓപ്പണിംഗ് 5 മിനിറ്റ്സ് ക്യാൻഡിലെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ക്ലോസിംഗ് ക്യാൻഡിലിൻ്റെ ഹൈ വരെ വരാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ആ മാർക്കറ്റ് ആ ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ HIL നമുക്കൊരു എൻട്രി കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ലെവൽ അടുത്ത ദിവസങ്ങളിലും വാലിഡ് ആണ്. അപ്പോൾ ഇന്ന് അത് ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത ദിവസം ഈ ലോയുടെ ലെവൽ എപ്പോൾ ബ്രേക്ക് ചെയ്യുന്നു അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ലെവൽ വരെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇന്ന് ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിലും ആ ഒരു സ്റ്റോക്സ് നിങ്ങൾക്ക് അടുത്ത ദിവസവും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. എപ്പോഴാണ് ഈ ലെവൽ ബ്രേക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് സെല്ലിലേക്ക് പോകാവുന്നതാണ്. അതുപോലെ ടാർഗറ്റായിട്ട് ഈ ഒരു ക്ലോസിംഗ് ക്യാൻഡലിൻ്റെ ഹൈ തന്നെ ആ ലെവൽ തന്നെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. പിന്നെ അടുത്ത സ്റ്റോക്സ് വന്നിരിക്കുന്നത് RBL ബാങ്ക് ആണ്. അപ്പോൾ ഇതാണ് ടോപ്പ് വന്നിരിക്കുന്ന ഗ്യാപ്പ് അപ്പ് സ്റ്റോക്കുകൾ. അപ്പോൾ RBL ബാങ്ക് നമുക്ക് മാർക്ക് ചെയ്യാം. ഇത് ഓപ്പണിംഗ് ക്യാൻഡലിൻ്റെ ലോ, ക്ലോസിംഗ് ക്യാൻഡലിൻ്റെ ഹൈ. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു ലോ ബ്രേക്ക് ചെയ്തപ്പോൾ നല്ല ഫാസ്റ്റ് മൂവ്മെൻറ്റിൽ തന്നെ നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റോക്ക് നോക്കാം. ലൂപ്പിനാണ്. അപ്പോൾ ലൂപ്പിനും ഇതൊരു ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. കണ്ടോ, ആ ഒരു ലോ ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ നല്ല സ്പീഡിൽ തന്നെ ആ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. NTPC, കണ്ടോ, അവിടെ ആ ലോ ബ്രേക്ക് ചെയ്തപ്പോൾ നല്ല രീതിയിൽ ടാർഗറ്റ് വന്നിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഗ്യാപ്പ് അപ്പ് സ്റ്റോക്കുകൾ കിട്ടാനായിട്ട് വേണമെങ്കിൽ NS ഇന്ത്യ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ പ്രീ മാർക്കറ്റ് ഡാറ്റയിൽ പോയിട്ട്
പ്രീ ഓപ്പൺ മാർക്കറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അതിൽ ടോപ്പിൽ വന്നിരിക്കുന്ന 4-5 സ്റ്റോക്സുകൾ സെലക്ട് ചെയ്യുക. അതിലേതെങ്കിലുമൊക്കെ സ്റ്റോക്സുകൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇതുപോലെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ലെവൽസ് മാർക്ക് ചെയ്തിട്ട് ആ ഒരു ബ്രേക്കൗട്ട് നടക്കുന്ന പോയിന്റിൽ തന്നെ നമുക്ക് സെല് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു സ്ട്രാറ്റജിയിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യേണ്ടത് ഇപ്പോൾ ഇവിടെ കൂടെ സെല്ല് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ റീസെൻറ്റ് വന്നിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് ആക്കി എടുക്കാം. ഇതിന് തൊട്ട് മുകളിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാവുന്നതാണ്. ഓക്കെ, അത് നമുക്ക് ക്യാൻഡിലനുസരിച്ച് അപ്പോൾ ഓരോ സ്റ്റോക്സുകളും ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ ആ ബ്രേക്കൗട്ട് ചെയ്യുന്ന പോയിന്റിന് 2 ക്യാൻഡിലിന് മുകളിലോ അല്ലെങ്കിൽ നിയറസ്റ്റ് വന്നിരിക്കുന്ന റെസിസ്റ്റൻസിന് മുകളിലോ നമുക്ക് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കണ്ടീഷൻ മാച്ച് ചെയ്ത് വരുന്ന സ്കാനർ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചാർട്ടിങ്ങിൽ പോവാം, ക്രിയേറ്റ് സ്കാൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ലോ ക്ലിക്ക് ചെയ്യുക, ഡെയിലി ചേഞ്ച് ചെയ്ത് 5 മിനിറ്റ്സ് ആക്കാം. ഇവിടെ ഫസ്റ്റ് ക്യാൻഡിലാണ്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് 5 മിനിറ്റ്സ് ലോ, ഗ്രേറ്റർ ദാൻ ഹൈ. ഇവിടെ നമ്മൾ 0 ക്ലിക്ക് ചെയ്ത് പ്രീവിയസ് ലാസ്റ്റ് ക്യാൻഡിൽ നിന്ന് കാണാൻ സാധിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെ ഉണ്ട്. അതായത് നമ്മുടെ ഈ പ്രീവിയസ് ക്ലോസിംഗ് ക്യാൻഡിലിൻ്റെ ഹൈനെയും കാട്ടി വലുതായിരിക്കണം ഇന്നത്തെ ഓപ്പണിംഗ് 5 മിനിറ്റ്സ് ക്യാൻഡിലിൻ്റെ ലോ. ആ ഒരു കണ്ടീഷനാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത് കൊടുക്കാനുള്ള കണ്ടീഷൻ ഇത് നമ്മളുടെ ഡിസ്റ്റൻസ് 1%. അത് നമുക്ക് നോക്കാം. അവിടെ ക്ലിക്ക് ചെയ്യാം, ബ്രാക്കറ്റ് സെലക്ട് ചെയ്യാം. ഇനി ലോ സെലക്ട് ചെയ്യാം. ഫൈവ് മിനിറ്റ്സ് ഫസ്റ്റ് ക്യാൻഡിൽ മൈനസ് ഹൈ previous day last candle divide by low first candle into number 100. ഇനി ഇവിടെ നമ്മൾ ഗ്രേറ്റർ ദാൻ or equal to number 1. ഇത് നമ്മളോട് ക്യാഷ് സെഗ്മെൻറ്റ് മാറ്റി ഫ്യൂച്ചർ ആക്കാം. ഇത് നമുക്ക് റൺ കൊടുക്കാം. കണ്ടോ, നമുക്ക് HIയിലും RBIയിലും വന്നിട്ടുണ്ട്, RBL ബാങ്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് 0.5 ആക്കിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ സ്റ്റോക്സ് വരുന്നതാണ്. കണ്ടോ, ഇപ്പോൾ കൂടുതൽ സ്റ്റോക്സ് വന്നിട്ടുണ്ട്. ഇവിടെ ഹിൻഡ് കോപ്പർ വന്നിട്ടുണ്ട്. ഹിൻഡ് കോപ്പർ ഇവിടെ ലോ ബ്രേക്ക് ചെയ്തപ്പോൾ ഹൈ വരെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കാനർ ക്രിയേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് NSEൻ്റെ വെബ്സൈറ്റിൽ പോയിട്ടും ഇത്തരം സ്റ്റോക്സിൽ കണ്ടുപിടിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ഇതേപോലെ ഏതെങ്കിലും സ്കാനേഴ്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ചെറിയൊരു ഫീസിൽ ഞാൻ സ്കാനേഴ്സ് ക്രിയേറ്റ് ചെയ്ത് തരാം. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിനെ പറ്റി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ ഗ്യാപ്പ് ഫില്ലിംഗ് സ്ട്രാറ്റജി എന്നാണ് പറയാറ്. സാധാരണയായിട്ട് ഗ്യാപ്പ് സ്റ്റോക്സുകളാണ് നമ്മൾ ഇതിനുവേണ്ടി സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഓപ്പണിംഗ് 5 മിനിറ്റ്സ് ക്യാൻഡിലിൻ്റെ ലോയും പ്രീവിയസ് ക്ലോസിംഗ് ക്യാൻഡിലിൻ്റെ ഹൈയും തമ്മിൽ മാർക്ക് ചെയ്യും. അത് തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അത്തരം സ്റ്റോക്സുകൾ ഈ ഒരു സ്ട്രാറ്റജിക്ക് വേണ്ടി സെലക്ട് ചെയ്യാവുന്നതാണ്. എപ്പോഴാണോ മാർക്കറ്റ് ഓപ്പണിംഗ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സെല്ലിലേക്ക് പോകാവുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ലെവലിന് താഴെ സെൽ ഓർഡർ ഇട്ട് വയ്ക്കാവുന്നതാണ്. അതായത് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യണമെന്നില്ല. നമുക്ക് വേണമെങ്കിൽ ആ ലെവൽസിന് തൊട്ട് താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് സെൽ ഓർഡർ ഇട്ട് വയ്ക്കാവുന്നതാണ്. ആ സെല്ല് ആക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പ്രീവിയസ് ക്ലോസിംഗ് ക്യാൻഡിൽ ഹൈ ടാർഗറ്റായിട്ട് വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.